ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ വരുമ്പോഴേക്കും 4 മണിക്ക് ഇതുപോലെ സ്നാക്കൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കൊടുക്കാൻ എളുപ്പമാട്ടോ. നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുമൊന്നും വേണ്ട. ഒരു കിഡിലെ സ്നാക്കാണ്, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ 1 കപ്പ് മൈദ കൊണ്ടാട്ടോ നമ്മൾ ഇത്രയും സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ അതനുസരിച്ച് എടുത്താൽ മതി. നല്ല അടിപൊളി ആയിട്ടാണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ നമ്മൾ ചായ കുടിക്കുന്ന ഒരു കപ്പിൽ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്ന എല്ലാ സാധനങ്ങളും ഇരട്ടിയാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ വെള്ളമൊക്കെ തിളപ്പിക്കാൻ എടുക്കില്ലേ അയമോദകം, അതാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. ഇത് അതിൻ്റെ ടേസ്റ്റ് ഒരു അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അയമോദകം ഇടുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് കരിഞ്ജീരകമാണ്. സാധാ ജീരകമാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എത്രത്തോളം മൈദ എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണോളം നെയ്യാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം, ഏതായാലും ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ എടുത്തേക്കുന്നത് നെയ്യാണ്. ഇനി നമുക്കത് നന്നായിട്ട് കട്ട കുത്തിയ നെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി എല്ലാ ഭാഗത്തേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴക്കരുത്. നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ആ പൊടിയും അതേപോലെ പിന്നെ കരിഞ്ജീരകവും അയമോദകവും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ആ രീതി തന്നെ കേട്ടോ നമ്മൾ കുഴച്ചെടുത്തേക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് നമുക്ക് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനെ ഒന്നും വേണ്ട. നമുക്കിത് കുഴച്ചെടുത്ത സമയത്ത് തന്നെ നമുക്കിത് പരത്തി ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്ക് ഈ കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് പൊടി വിതറി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുമ്പോൾ ചെയ്ത് കൊടുക്കുന്ന പോലെ തന്നെ കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇത് ചെയ്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മളൊന്ന് കുറച്ച് പൊടി ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മളത് ഒട്ടിപ്പിടിക്കും. അല്ലെങ്കിൽ അതൊന്ന് കമത്തിയിട്ട് കൊടുത്താലും മതി, ഇതുപോലെ ചെയ്താലും മതി. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. തീരെ കട്ടില്ലാതെ പരത്തിയെടുക്കണം കേട്ടോ. നന്നായിട്ട് നല്ല വലുപ്പത്തിൽ കിട്ടും. അപ്പോൾ നമ്മളിത് 2 പീസാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനെന്തായാലും ആകെ 1 കപ്പ് മൈദ കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാനത് ഒറ്റ ട്രിപ്പ് തന്നെ ഉണ്ടാക്കി. ഇനി അതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ നമ്മൾ നെയ്യ് തേച്ച് കൊടുക്കുകയാണേ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നെയ്യല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കാം. ഞാനെന്തായാലും എൻ്റെ കയ്യിൽ കുറച്ച് നെയ്യൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ എന്തായാലും അത് ചേർത്ത് കൊടുത്തു. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി അല്ലേ. മൈദ ഹെൽത്തി അല്ല, എന്നാലും ബേക്കറി നമ്മൾ വാങ്ങുന്നത് മൊത്തം മൈദയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നെയ്യ് എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ പൊടി ഒന്ന് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതെല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൻ്റെ ഒപ്പം ഈ മൈദ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതേപോലെ തേച്ച് കൊടുത്താലും മതി. എങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ തമ്മിൽ ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. നമ്മൾ ലാസ്റ്റ് പൊരിച്ചെടുക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യും അതേപോലെ 1 ടേബിൾ സ്പൂൺ പൊടിയും മതിയാകും. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 സൈഡും മടക്കണം. അത് നമ്മൾ ലെവൽ ചെയ്തിട്ട് അതിന് ശേഷം ഈ ഫസ്റ്റ് മടക്കിയില്ലേ അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് ഇതേപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഓയിലാട്ടോ തേച്ച് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് മൈദപ്പൊടി ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിങ്ങോട്ട് മറിച്ച് വെച്ചില്ലേ, അതിനുശേഷം ഇതിൻ്റെ മുകൾ വശത്തും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓയിലും അതുപോലെ തന്നെ പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടും അതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മറ്റേ സൈഡിൽ നിന്ന് ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിലും അതേപോലെ പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ട, ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഞാൻ എന്തായാലും ഇങ്ങനെ നീളത്തിലാക്കിയിട്ടാണത് പരത്തിയെടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ നീളത്തിലാകുമ്പോൾ നമുക്ക് കുട്ടിയെ കഴിക്കാനൊക്കെ ഇഷ്ടമുണ്ടാവും. എങ്ങനെയാണ് ഞാൻ ഇതുപോലെ തന്നെ വേറൊരു വീഡിയോയും ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ചതുരത്തിലായിരുന്നു. പക്ഷേ അതിനേക്കാട്ടിലും എനിക്ക് നന്നായി തോന്നിയത് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നീളത്തിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി നേരത്തെ ചെയ്ത പോലെ ഒന്ന് മടക്കിയെടുക്കാനുണ്ട്.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ലെയറായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി നമുക്ക് പരത്തൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രം നമുക്കിതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇതൊന്ന് മറച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാടങ്ങ് അമർത്തി പ്രസ് ചെയ്ത് പിന്നെ പരത്തി എടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് 2-3 തവണ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്കിതൊന്ന് കമത്തിയിടാം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യണേ. കണ്ടില്ലേ, നമ്മളിത് ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറൊരു പ്ലേറ്റിലേക്കൊന്ന് എടുത്ത് വയ്ക്കാം. ഈ സമയത്ത് തന്നെ നമ്മളതെല്ലാം ഒന്ന് വിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് എടുത്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിടുമ്പോൾ എല്ലാം കൂടി ഒന്നിച്ചങ്ങ് കട്ടയായി പോവും. അപ്പോൾ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഞാൻ ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊക്കെ ചൂടായി വരുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ചിപ്സ് ഉണ്ടാക്കിയ എണ്ണ കേട്ടോ. അതാണ് ഈ ഒരു കളറ്. മഞ്ഞൾപ്പൊടീൻ്റെ മഞ്ഞ കളറാണ്, പക്ഷേ കളറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നന്നായി ചൂടായതിന് ശേഷം മാത്രം നമ്മളിത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഒന്ന് ചൂടായിട്ടൊന്ന് പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ വേഗം ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. അതിന് ശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി ജസ്റ്റ് ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കത് കോരിയെടുക്കുകയും ചെയ്യാം. ആ ചൂടിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും, ഉള്ളു ക്രിസ്പിയായി കിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന് ചൂടായതിന് ശേഷം നമ്മളത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. കണ്ടില്ലേ, 2 സൈഡും മറിച്ചൊക്കെ ഇട്ട് ഏകദേശം സെറ്റായി വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് എടുക്കാം കേട്ടോ. പിന്നീട് നമുക്ക് അത് പുറത്തിരുന്നിട്ടും ഒന്നും കൂടി അത് ക്രിസ്പിയായി കിട്ടും. ഇത് കണ്ടില്ലേ, ഈ ഒരു കളറിൽ നമുക്ക് ഇത് കോരിയെടുക്കാം. ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഇത് വേണമെന്നുള്ളവർക്ക് വേണമെങ്കിൽ മധുരവും ചേർക്കാം, പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ കോരിയെടുത്ത ശേഷം 2 ട്രിപ്പ് അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതൊന്ന് ചെയ്ത് വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വരുമ്പോഴേക്കും നമുക്കിതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ ബേക്കറികളിൽ നിന്ന് വാങ്ങുകയേ വേണ്ട. ഞാനിതൊന്നും ബേക്കറിയിൽ നിന്ന് ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങാറേ ഇല്ല കേട്ടോ. വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ ഇതാക്കണ്ടല്ലേ, നല്ല അടിപൊളിയായിട്ട് രണ്ടാമത്തെ നമ്മൾ ഇട്ടതും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു ഐറ്റമായിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.